പ്രൈസ് ദി ലോർഡ്. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. സുവിശേഷം എന്നതോ ദാവീദിന്റെ സന്തതി പരമ്പരയിൽ ജനിച്ചു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു ഞങ്ങളുടെ സുവിശേഷം. സുവിശേഷം എന്ന് പറയുമ്പോൾ നല്ല വാർത്ത എന്നാണ്, നല്ല വിശേഷം എന്നാണ് അതിൻ്റെ അർത്ഥം. എന്താണ് ഈ മധ്യാഹ്ന വേളയിൽ ഈ വഴിയോരത്ത് നിന്നുകൊണ്ട് വിളിച്ചു പറയുന്ന ഈ നല്ല വിശേഷം? ദൈവത്തിൻ്റെ വചനമായ സത്യവേദ പുസ്തകത്തിൽ റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ആ മഹാസ്നേഹത്തെക്കുറിച്ചാണ് ഇന്ന് ഈ മധ്യാഹ്ന വേളയിൽ ഞങ്ങൾക്ക് വിളിച്ചു പറയുവാനുള്ളത്. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ദൈവകൃപയാല് സത്യത്തിന്റെ വേദങ്ങൾ അടങ്ങിയ വേദപുസ്തകമായിരിക്കുന്ന വിശുദ്ധ ബൈബിളിൽ 66 ചെറിയ പുസ്തകങ്ങൾ അടങ്ങിയ വലിയൊരു ഗ്രന്ഥ സമുച്ചയമാണ് വിശുദ്ധ ബൈബിൾ. ആ ബൈബിളിലെ ഒരു വാക്യമാണ് ഇപ്പോൾ വായിച്ചത്. ആ ദൈവത്തിന്റെ വചനമായിരിക്കുന്ന സത്യവേദ പുസ്തകത്തിലെ ആദ്യ ഭാഗത്ത് സൃഷ്ടിപ്പുകളെ കുറിച്ച് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രപഞ്ചം എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു, മനുഷ്യനെങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു, മറ്റു ജീവജാലങ്ങളെ കുറിച്ചൊക്കെയുള്ള വിശദമായ വിവരങ്ങൾ നമുക്ക് ആ പുസ്തകത്തിലൂടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ഈ സത്യവേദ പുസ്തകത്തില് 49-ാം അധ്യായത്തിലെ 20-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായി തീർന്നാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രയും. ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിൻ്റെ പ്രത്യേകതകളിൽ ഒന്ന്, മനുഷ്യനെ സൃഷ്ടിച്ചതും മറ്റു ജീവജാലങ്ങളെ സൃഷ്ടിച്ചതും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. മനുഷ്യൻ എന്ന വാക്കിന്റെ അർത്ഥം ഭേദാഭേദങ്ങളെ തിരിച്ചറിയുവാൻ കഴിവുള്ളവനെന്നാണ്. ചിന്തിക്കുവാൻ കഴിവുള്ളവൻ, മനനം ചെയ്യുവാൻ കഴിവുള്ളവൻ. ഈ കഴിവുകൾ നൽകിയാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. മൃഗങ്ങൾക്കോ പക്ഷികൾക്കോ ഇല്ലാത്ത പ്രത്യേക കഴിവുകൾ മനുഷ്യനെ ദൈവം നൽകി. എന്നാൽ ആ മനുഷ്യനെക്കുറിച്ച് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, മനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായി തീർന്നാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രയും. മൃഗങ്ങൾ നശിച്ചു പോകുന്ന ഒന്നാണ്. എന്നാൽ മനുഷ്യന് ഈ ചിന്താശക്തി തന്ന് സൃഷ്ടിച്ച മനുഷ്യന് എന്തു സംഭവിച്ചു? ഓരോ ദിവസത്തെയും പത്രങ്ങളും മറ്റു വാർത്താ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയകളും ഒക്കെ നാം കാണുമ്പോൾ ഓരോ ദിവസവും ഞെട്ടിക്കുന്ന വാർത്തകളാണ് കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. ഇന്നലെ നടന്നതിനേക്കാൾ ക്രൂരമായ കൊലപാതകങ്ങളും മറ്റ് അനാശാസ്യ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നതായിട്ട് നമുക്ക് വാർത്താ മാധ്യമങ്ങളിലൂടെ കാണുവാനും കേൾക്കുവാനും കഴിയുന്നുണ്ട്. ഇത് എന്തുകൊണ്ടാണ്?
വിവേകിയായി സൃഷ്ടിച്ച മനുഷ്യന് വിവേകം നഷ്ടപ്പെട്ടപ്പോൾ ഉണ്ടായ സാഹചര്യങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ വിശദമായിട്ട് വേദപുസ്തകത്തിൽ പഠിപ്പിക്കുന്നു. ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ അനാശാസ്യ പ്രവർത്തനങ്ങളും ഈ കൊലപാതകങ്ങളും ഒക്കെ നടക്കുന്നതിൻ്റെ പിന്നിൽ ലഹരി ഉപയോഗം എന്നാണ് പറയുന്നത്. ലഹരിയുടെ ഉപയോഗത്തിൻ്റെ ഭാഗമായിട്ട് സുബോധം നഷ്ടപ്പെട്ടവനായി മനുഷ്യർ ചെയ്തു കൂട്ടുന്ന ഈ പ്രവർത്തനങ്ങളുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരാണ് എന്ന് സത്യവേദ പുസ്തകം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യന്റെ സൃഷ്ടിപ്പിൽ തന്നെ അത് കാണുവാൻ കഴിയുന്നു. യഹോവയായ ദൈവം നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് മൂക്കിൽ കൂടെ ജീവശ്വാസമൂതി ദൈവം മനുഷ്യനെ ജീവനുള്ള ദേഹിയാക്കി തീർത്തു. ആ ജീവനുള്ള ദേഹിയാക്കി തീർത്ത മനുഷ്യനോട് ദൈവം പറഞ്ഞത്, ഒരു തോട്ടമുണ്ടാക്കിയിട്ട് ആ തോട്ടത്തിൽ അനേക വൃക്ഷങ്ങളും മറ്റു ഭക്ഷ്യസാധനങ്ങളെല്ലാം, ഒരു മനുഷ്യന് വേണ്ടതെല്ലാം അവിടെ ദൈവം നൽകിയിട്ട് പറഞ്ഞു, ഈ തോട്ടത്തിൽ കാണുന്ന സകലവും നിങ്ങൾക്ക് അനുഭവിക്കാം. എന്നാൽ ആ വൃക്ഷത്തിൻ്റെ നടുവിൽ കാണുന്ന നന്മ തിന്മകളെക്കുറിച്ച് അറിയുന്ന വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്. അനവധിയായ കാര്യങ്ങൾ ചെയ്യുവാൻ മനുഷ്യന് അധികാരം നൽകിയ ദൈവം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അത് ചെയ്യരുത് എന്ന് പറഞ്ഞത് മനുഷ്യനെ കൊണ്ട് ചെയ്യിപ്പിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ പ്രതിയോഗിയായ പിശാച് പാമ്പിൻ്റെ രൂപത്തിൽ കടന്നു വന്ന് മനുഷ്യനെ ചെയ്യരുതെന്ന് ദൈവം പറഞ്ഞത് ചെയ്യിപ്പിക്കുവാൻ പ്രേരിപ്പിച്ചു. അതൊരു സിംബോളിക്കലായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. ദൈവകൽപ്പന അനുസരിക്കാത്ത മനുഷ്യന് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരവസ്ഥയാണ് നാം ഇപ്പോൾ കാണുന്നത്. ദൈവം ഇന്നത് ചെയ്യണമെന്ന് പറഞ്ഞു, ഇന്നത് ചെയ്യരുത് എന്ന് പറഞ്ഞു. പക്ഷേ ദൈവം ചെയ്യരുത് എന്ന് പറഞ്ഞത് ചെയ്യുവാൻ മനുഷ്യനെ പ്രലോഭിപ്പിച്ചു. അങ്ങനെ ആ പ്രലോഭനത്തിൻ്റെ ഭാഗമായിട്ടാണ് ആദമും ഹൗവയും തെറ്റ് ചെയ്തത്. അതിൻ്റെ പിന്തുടർച്ചയായി നാം ആയിരിക്കുന്ന ഈ കാലഘട്ടത്തിലും നാം അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രസവിച്ച അമ്മയെ അരുംകൊല ചെയ്യുന്ന മക്കളെ കൊല ചെയ്യുന്ന അമ്മമാര്, അച്ഛന്മാര്, ഇങ്ങനെയുള്ള നമുക്ക് ചിന്തിക്കുവാൻ പോലും കഴിയാത്ത അനിഷ്ട സംഭവങ്ങൾ ദൈനംദിന ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം അവസ്ഥകളിൽ നിന്ന് ഒരു മോചനം നൽകുവാൻ ഈ ലോകം ഭരിക്കുന്ന ഭരണാധികാരികളെ കൊണ്ട് സാധിക്കുകയില്ല. എന്തുകൊണ്ടാണ്? ഈ ലോകമെന്ന് പറയുന്നത് ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുകയാണ്. ഈ ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്ന ഈ ലോകത്തെ, പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിച്ചുകൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ. ആ മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ ഏകമാർഗമേ ഉള്ളൂ. ആ മാർഗത്തെക്കുറിച്ചാണ് വേദപുസ്തകത്തിൽ എഴുതിയത്. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. എനിക്കും നിങ്ങൾക്കും വേണ്ടി മരിച്ചുകൊണ്ട് നമ്മോട് സ്നേഹം കാണിച്ച ദൈവത്തെക്കുറിച്ചാണ് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏതെങ്കിലും ഒരു മതത്തിനു വേണ്ടിയോ
ഏതെങ്കിലും ഒരു മതത്തിൻ്റെ സ്ഥാപനത്തിന് വേണ്ടിയോ മതത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയോ അല്ല യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്. മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ്. യേശുക്രിസ്തുവിനെ കുറിച്ച് വേദപുസ്തകത്തിൽ പഠിപ്പിച്ചിരിക്കുന്നത് കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, ദൈവം നമ്മോട് കൂടെ എന്നർത്ഥം വരുന്ന ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. ആ പ്രവചനങ്ങളൊക്കെയും നിവർത്തിച്ചുകൊണ്ട് യേശുക്രിസ്തു ഭൂമിയിൽ ജാതനായി. യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, അവൻ തന്റെ ജനത്തെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാനിരിക്കൊണ്ട് യേശുക്രിസ്തു എന്ന് പേരിടണം. യേശുക്രിസ്തു മനുഷ്യനെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാനായിട്ടാണ് ഈ ഭൂമിയിൽ ഭൂജാതനായത്. ആ ഒരു സത്യം മനുഷ്യവർഗം അറിഞ്ഞിരിക്കണം. മനുഷ്യവർഗത്തെ പാപത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുന്ന കൊടിയ പിശാചിന്റെ തലയെ തകർത്തുകൊണ്ട് തലയോടിടമെന്നർത്ഥം വരുന്ന ഗോൽഗോഥാ മലയിൽ രണ്ട് കള്ളന്മാരുടെ മധ്യത്തിൽ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടു. ആ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ് പൗലോസ് വിളിച്ചു പറഞ്ഞത്, ക്രിസ്തു നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. നമ്മോട് സ്നേഹം കാണിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ആ ക്രിസ്തുവിനെ അറിഞ്ഞും അറിയാതെയും ജീവിക്കുന്ന അനേകരുണ്ട്. ഒരു കാലഘട്ടത്തിൽ 1993 വരെയും ഈ യേശുക്രിസ്തുവിൽ കൂടെയുള്ള ആത്മരക്ഷ എന്താണെന്നോ പാപമോചനത്തിന്റെ മാർഗം എന്താണെന്നോ അറിയാതെ പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ച് പറയുന്നത് പോലെ ലഹരി പദാർത്ഥങ്ങൾക്കൊക്കെ അടിമപ്പെട്ട് കഴിഞ്ഞ ഒരു വ്യക്തിയായിരുന്നു ഞാനും. എന്നാൽ ഭാഗ്യവശാല് 1993 യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം കേൾക്കുവാനും യേശുക്രിസ്തുവിൽ കൂടെ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കുവാൻ കഴിയുമെന്നുള്ള ആ ദൈവത്തിന്റെ വചന സത്യം മനസ്സിലാക്കി യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് പാപത്തിന്റെ വഴിവിട്ട് ദൈവത്തിലേക്ക് തിരിയുവാൻ സർവകൃപാലുവായ ദൈവം ഒരുക്കി തന്ന ഭാഗ്യം, ആ ഭാഗ്യ പദവിയെ ഓർത്താണ് തങ്ങളുടെ സമശിഷ്ടങ്ങളായിരിക്കുന്ന പ്രിയപ്പെട്ടവര് ഈ ആത്മരക്ഷ അനുഭവിക്കണമെന്നുള്ള ആഗ്രഹമാണ് ഈ നട്ടുച്ച നേരത്ത് ഇവിടെ നിന്നുകൊണ്ട് ഈ സത്യസുവിശേഷം വിളിച്ചറിയിക്കുന്നത്. യേശുക്രിസ്തു പാപമില്ലാത്തവനായിട്ടാണ് ജനിച്ചത്. അതുകൊണ്ടാണ് കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കുമെന്ന് എഴുതിയിരിക്കുന്നത്. അതങ്ങനെ സംഭവിച്ചു. പാപിയെ രക്ഷിക്കുവാൻ പാപമില്ലാത്തവനെ കൊണ്ട് മാത്രമേ കഴിയൂ. ഒരു ഉദാഹരണം പറയാം. ഒരു രോഗി ആശുപത്രിയിൽ രോഗക്കിടയിൽ കിടക്കുമ്പോൾ ഡോക്ടർ പറയുകയാണ്, ആ രോഗിക്ക് രക്തം കൊടുക്കണം, രക്തം കൊടുത്തെങ്കിലേ ആ രോഗി സൗഖ്യം പ്രാപിക്കുകയുള്ളൂ. അപ്പോൾ ആ രക്തത്തിന്റെ ഗ്രൂപ്പുകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. അനേകരെ പരിശോധിച്ചു. പലരിലും രോഗങ്ങളുള്ള രക്താണുക്കളാണ്. അതുകൊണ്ട് രോഗങ്ങളുള്ള രക്തം ആ രോഗിയെ കുത്തിവെച്ചാൽ ആ രോഗി രക്ഷപ്പെടുകയില്ല. അതുകൊണ്ട് ആ രോഗിക്ക് യോഗ്യമായ രക്തം കിട്ടിയെങ്കിൽ മാത്രമേ ആ ഡോക്ടർ ആ രോഗിക്ക് അത് കുത്തിവയ്ക്കുകയുള്ളൂ. അപ്പോൾ രോഗിയായ ഒരു മനുഷ്യന് മറ്റൊരു രോഗിയുടെ രക്തം കൊണ്ട് പ്രയോജനമില്ല. ആയതുപോലെ മനുഷ്യനായി ഭൂമിയിൽ പിറന്ന എല്ലാവരും യേശുക്രിസ്തു ഒഴിച്ച് എല്ലാ മനുഷ്യരിലും പാപത്തിന്റെ രക്തക്കറയാണുള്ളത്. ആദിമ മനുഷ്യനായിരിക്കുന്ന ആദമിൽ തുടങ്ങിയ
ഈ പാപത്തിന്റെ കറ അത് മനുഷ്യ രക്തത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ പാപത്തിന്റെ കറ രക്തത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് പാപം ചെയ്യുവാൻ, ക്രൂരമായ പ്രവൃത്തികൾ ചെയ്യുവാൻ മനുഷ്യനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പാപത്തിന്റെ കറ മനുഷ്യനിൽ നിന്ന് നീക്കിക്കളയുവാൻ പാപമില്ലാത്തവന്റെ കറ രക്തം ആവശ്യമായി. ഇങ്ങനെ പാപിയെ രക്ഷിക്കുവാൻ പാപമില്ലാത്ത യേശുക്രിസ്തുവിന്റെ രക്തം, ആ രക്തത്തെക്കുറിച്ച് എങ്ങനെയാണ് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത്? യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപത്തെയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. സകല പാപത്തെയും പോക്കി ശുദ്ധീകരിക്കുന്ന യേശുക്രിസ്തുവിന്റെ രക്തം. കാൽവരിയില് യേശുക്രിസ്തു ക്രൂശിക്കപ്പെടുമ്പോൾ യേശുക്രിസ്തുവിൽ യാതൊരു തെറ്റുമില്ല, കുറ്റവുമില്ല എന്ന് തെളിയിക്കപ്പെടും വിധം 4 കോടതികളിൽ 5 പ്രാവശ്യം യേശുക്രിസ്തുവിനെ ന്യായവിസ്താരം നടത്തി. യേശുക്രിസ്തുവിന് ന്യായവിസ്താരം നടത്തുമ്പോൾ റോമൻ ഭരണാധികാരിയായ ഹെരോദാവും അന്നത്തെ പുരോഹിത വർഗത്തിൽ പ്രധാനികളായ കയ്യഫാവും കന്നാവും, റോമൻ ഗവർണറായിരിക്കുന്ന പൊന്തിയോസ് പിലാത്തോസ്, ഇവരുടെയൊക്കെയും കോടതികളില് 4 കോടതികളില് 5 പ്രാവശ്യം യേശുക്രിസ്തുവിനെ ന്യായവിസ്താരം നടത്തിയിട്ടും യേശുക്രിസ്തുവിൽ ഒരു പാപവും ഇല്ലായിരുന്നു. യേശുക്രിസ്തു വിളിച്ചു ചോദിച്ചു, നിങ്ങളിൽ ആർക്ക് എന്റെ പാപത്തെക്കുറിച്ച് ബോധം വരുത്താം? യേശുക്രിസ്തുവിൽ ഒരു പാപവുമില്ലായിരുന്നു. ഒരു പാപമില്ലാതിരുന്നിട്ടും യേശുക്രിസ്തു പാപികൾക്ക് വേണ്ടി അത്ര ക്രൂശിക്കപ്പെട്ടത്. ആ ക്രൂശിലൊഴുക്കിയ രക്തം അത് സകല പാപത്തെയും പോക്കി ശുദ്ധീകരിക്കുന്നു. പ്രവാചകനായ യെശയ്യാവ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ പാപം എത്ര രക്താംബരം പോലെ കടും ചുവപ്പായാലും അത് മഞ്ഞുപോലെ വെളുപ്പിക്കും. കൊടിയ പാപം ചെയ്ത മനുഷ്യനെ രക്ഷയിലേക്ക് നയിക്കുവാൻ യേശുക്രിസ്തുവിന്റെ രക്തം മതിയായതാണ്. ഇന്ന് വിശ്വാസത്താൽ ഈ രക്ഷ അനുഭവിക്കുന്നുവെങ്കിൽ അതിന്റെ സന്തോഷം അനുഭവിക്കാൻ കഴിയും. പൗലോസ് ക്രിസ്തുമാർഗക്കാരെ കൊന്നുമുടിക്കുവാൻ നടന്നൊരു വ്യക്തിയാണ്. ദമസ്കോസിന്റെ പരിപാടി വെച്ച് യേശുക്രിസ്തുവിന്റെ ദർശനം പ്രാപിച്ചപ്പോൾ, യേശുക്രിസ്തു ജീവിക്കുന്ന ദൈവമെന്ന് രുചിച്ചറിഞ്ഞപ്പോൾ ഈ ക്രിസ്തുമാർഗത്തിനെതിരായി പ്രവർത്തിച്ച പൗലോസ് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുവാൻ തുടങ്ങി. ആ ക്രിസ്തുവിനെയാണ് പൗലോസ് വിളിച്ചു പറഞ്ഞത്. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കും. ഈ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു ഒരു മതത്തെ സ്ഥാപിക്കുവാൻ വേണ്ടിയല്ല ഭൂമിയിൽ മനുഷ്യനായി വന്നതും ക്രൂശിൽ മരിച്ചതും അടക്കപ്പെട്ടതും ഉയർത്തെഴുന്നേറ്റതും. യേശുക്രിസ്തു മറ്റ് ഉലക മഹാന്മാരെ പോലെ മരിച്ച കല്ലറകളിൽ അടക്കപ്പെടുക മാത്രമല്ലായിരുന്നു, 3-ാം ദിനം ഉയർത്തെഴുന്നേറ്റു. ആ ഉയർപ്പിന്റെ ശക്തി അനുഭവിച്ചറിയുന്നത് കൊണ്ടാണ് ഈ സത്യം വിളിച്ചറിയിക്കുന്നത്. ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. ഈ രക്ഷകനായിരിക്കുന്ന യേശുക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിക്കുക. യേശുവിനെ കർത്താവ് എന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ ഈ ശബ്ദപരിധിക്കുള്ളിൽ നിങ്ങളെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ രക്ഷ സൗജന്യമായി അനുഭവിക്കുവാൻ കഴിയും. ഈ രക്ഷയുടെ ആ സന്ദേശം വിളിച്ചറിയിക്കുന്നത് സർവ്വലോകത്തേക്കാൾ വിലയേറിയതാണ്. ഒരു മനുഷ്യന്റെ ആത്മാവിന്റെ വില, ആ സർവ്വലോകത്തേക്കാൾ വിലയേറിയ ആത്മാവിനെ നശിപ്പിച്ച് കളയുവാൻ
ദൈവം ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ പ്രതിയോഗിയായ പിശാച് ആരും രക്ഷ പ്രാപിക്കരുത് എന്ന് ആഗ്രഹിക്കുമ്പോൾ എല്ലാവരും യേശുക്രിസ്തുവിലൂടെയുള്ള ആത്മരക്ഷയെ അനുഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആയതുകൊണ്ട് ഈ മധ്യാഹ്ന വേളയില് ഈ ക്രൂശിന്റെ വചനം കേട്ട് അത് വിശ്വസിക്കുന്നവർക്ക് ആത്മരക്ഷ സൗജന്യമായി അനുഭവിക്കുവാൻ കഴിയും. ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? ഈ രക്ഷ ദൈവത്തിന്റെ സൗജന്യമാണ്. ഈ സൗജന്യമായ രക്ഷ നമുക്ക് നൽകുക ദൈവമൊരുക്കിയത് തന്റെ ഏകജാതനായ പുത്രനായ ക്രിസ്തുവിനെ കാൽവരി കൊലക്കളത്തിൽ 2 കള്ളന്മാരുടെ മധ്യത്തിൽ ക്രൂശിക്കുവാൻ ഏൽപ്പിച്ചുകൊണ്ടാണ്. ആ ക്രൂശിലൊഴുക്കിയ രക്തം സകല പാപത്തെയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഇന്ന് പകല് യേശുവിന്റെ രക്തത്തിൽ ആശ്രയിച്ചുകൊണ്ട്, യേശുവേ, ഞാനൊരു പാപിയാണ്, എൻ്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അവിടുന്ന് ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവേ, അവിടുന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന് എന്നെ പാപത്തിൽ നിന്ന് മോചിപ്പിച്ച് അവിടുത്തെ പരിശുദ്ധാത്മാവിനെ എൻ്റെ ഉള്ളത്തിൽ തന്ന് എന്നെ അവിടുത്തെ മകനാക്കി തീർക്കണം, മകളാക്കി തീർക്കണമെന്ന് ആര് വ്യക്തിപരമായി നിൽക്കുന്ന ഇടത്ത് നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ആ നിമിഷത്തിൽ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ ക്രിയ ചെയ്യുകയും പാപത്തിൽ നിന്നുള്ള മോചനം പ്രാപിക്കുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, പാപമോചനത്തിനായി പുണ്യക്ഷേത്രങ്ങളോ പുണ്യമലകളോ കയറിയിറങ്ങിയതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നത് ഈ ഭൂമി ദുഷ്ടന്റെ അധീനതയിലാണ്. ദുഷ്ടന്റെ അധീനതയിൽ കഴിയുന്ന ഈ പ്രപഞ്ചത്തിൽ, ഈ ഭൂമിയിൽ ഒരു പുണ്യസ്ഥലങ്ങളുമില്ല. ആയതുകൊണ്ട് ഈ പുണ്യസ്ഥലമാക്കുവാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ശരീരമാണ്. ദൈവത്തിന്റെ മന്ദിരമാണ് നിങ്ങളുടെ ശരീരം. ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ആയതുകൊണ്ട് പുകവലിച്ചും മദ്യപിച്ചും ലഹരി ഉപയോഗിച്ചും നശിപ്പിക്കുവാനുള്ളതല്ല മനുഷ്യന്റെ ശരീരം. ഈ ശരീരം ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവനുള്ള ദൈവത്തെ ആത്മാവിനും സത്യത്തിലും ആരാധിച്ച് ദൈവകൃപയിൽ ആശ്രയിക്കുവാൻ ദേശവാസികളെ ദൈവം സഹായിക്കട്ടെ. ഇത്രയും സമയം അനുവദിച്ചു വന്ന കർത്താവിന്റെ ദാസന്മാർക്ക് നന്ദി അറിയിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ താഴുന്നു. മഹത്വം യേശുക്രിസ്തുവിന് അർപ്പിക്കുന്നു. തുടർന്ന് ദൈവദാസന്മാരെ പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം.